അടുത്തൊരു ഈക്കോ മോഡലാണ് 2020 ഈക്കോ. സിംഗിൾ ഓണർ, ഇതിൻ്റെ കിലോമീറ്റർ ലോ കിലോമീറ്ററാണ്, 24,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. അടുത്ത് നമുക്കൊരു ഓട്ടോമാറ്റിക്കാണ്, 2021 കിഡ് ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ വേരിയൻറ്റ് വരുന്ന RXT എന്ന് പറയും. കിലോമീറ്ററും ലോ കിലോമീറ്ററാണ്, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്ത് നമ്മൾ 2020 ഡിസയർ VXi ആണ്. ഒരു സെഡാൻ ടൈപ്പ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു വണ്ടിയാണ്. കളർ വരുന്ന വൈറ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററാണ്, 3500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അടുത്ത 2017 സെലീരിയാണ്, നമുക്ക് 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അടുത്തൊരു ന്യൂ ഷേപ്പ് കേട്ടനാണ്. ഇതിൻ്റെ മോഡൽ വരുന്ന 2022 VXi ആണ്. സിംഗിൾ ഫസ്റ്റ് ഓണർഷിപ്പാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. നമ്മൾ തിരുവനന്തപുരം വിട്ട് ഇന്ന് കൊല്ലത്തോട്ടാണ്. തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്ത് പോപ്പുലർ യൂസ്ഡ് കാസിലാണ് വന്നിരിക്കുന്നത്. ഇയർ എൻഡിങ് ഒക്കെ പ്രമാണിച്ച് ഇഷ്ടംപോലെ വണ്ടികൾ കൊണ്ടുവന്ന് മറിച്ചേക്കാണ്. അപ്പോൾ ഒരു 50-55 രൂപയ്ക്ക് 800 തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഇതിലെല്ലാം ഉപരി 3000 കിലോമീറ്റർ ഓടിയ 2020 മോഡൽ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. 3000-7000 കിലോമീറ്റർ ഓടിയ ബ്രീസ, അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളാണ് വന്ന് കിടക്കുന്നത്. അപ്പം ചെറുതും വലുതുമായ ഏത് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നതുമായ എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഉള്ള വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാൻ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സുനിൽ ബ്രോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പറഞ്ഞോ, എങ്ങനെയാണ് ഇത്തവണത്തെ ഇയർ എൻഡിങ് ബേസ് ചെയ്തോളാണ് മാന്യമായ വില ചോദിക്കണം. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ പാച്ച തെറി വിളിക്കുന്നുള്ള ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. പറഞ്ഞു നമുക്ക് വിലയല്ല ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോ കിലോമീറ്റർ മോഡൽ കൂടിയ കുറേ വണ്ടി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് 2020, 22 അത് ചെറിയ വണ്ടിയല്ല, നമുക്ക് സെഡാൻ ടൈപ്പ് ഡിസയർ, ബ്രിസ്, അങ്ങനെ കുറച്ച് മോഡൽ കൂടിയ നല്ല കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാവുന്ന മാന്യമായിട്ടുള്ള വിലയാണ് നമ്മൾ ചോദിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഓരോ വണ്ടി കാണുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ മെൻഷൻ ചെയ്തു തരാം. ഓക്കെ, 800 പറ്റിയൊന്നും 800 നമുക്ക് ചെറുതായിട്ട് ഇപ്പോൾ വണ്ടി എടുത്ത് ഡ്രൈവിംഗ് പഠിക്കാനോ ചെറിയ യൂസിന് ഉപയോഗിക്കാനായിട്ട് നമുക്ക് 2006 800 വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഇവിടെ കിടക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടി. അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങാം. വണ്ടികളുടെ ക്വാളിറ്റി നോക്കാം. നമ്മൾ പറഞ്ഞ 2006 800 ഇതാണ്. 2006 800 AC വണ്ടിയാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് തേർഡാണ്. ഗോൾഡ് കളർ. ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ 4 ടയറും നമുക്ക് എടുക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം ഒരു 10-25 കിലോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലാണ് ടയർ കിടക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു സീറ്റ് കവറുണ്ട്, മാറ്റ്, അങ്ങനെ അത്യാവശ്യം ഒരു വണ്ടി പഴയതാണെങ്കിലും വേണ്ട ആക്സസറീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ പഴയ വണ്ടിക്ക് എല്ലാവരും നോക്കുന്ന ഈ പ്ലാറ്റ്ഫോമൊക്കെയാണ്. എന്തെങ്കിലും റെസ്റ്റോ വേറെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ എന്നാണ്. പ്ലാറ്റ്ഫോം എല്ലാം നോക്കാം. അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളോ വേറെ ഇതും ഇല്ല. വണ്ടി 2006 വർഷത്തെ അപേക്ഷിച്ച് നല്ല കണ്ടീഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു AC വണ്ടിയാണ്. 2006 AC വർക്ക് ചെയ്യും. AC വർക്കിംഗ് ആണ്. AC വർക്കിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് 2006 വണ്ടിയുടെ AC എങ്ങനെയാണോ ആ AC ഇപ്പോഴും കണ്ടീഷൻ തന്നെയാണ്. അല്ല, AC എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കൂളിംഗ് എന്നല്ല, അത്യാവശ്യം കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വേറെ ഡിഫക്റ്റ് വേറെ അങ്ങനെ പ്രശ്നം മേജറായിട്ട് പാച്ച് വർക്കോ കാര്യങ്ങളോ വേറെ പെയിൻറ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല. 4 ടയർ ഞാൻ കാണിച്ചു തന്നു. 4 ടയർ അത്യാവശ്യം എടുക്കുന്ന നമുക്ക് ഒരു 10-25 കിലോമീറ്റർ എങ്ങനെയായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ടയറാണ്. ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ വണ്ടിക്കകത്ത് ഒരു USB-യുടെ ഇവിടെ എന്താണ് അത് ബമ്പറാണ്. അത് ബമ്പർ ഓട്ടോമാറ്റിക് പഴക്കം അനുസരിച്ചാണ് അത് ആ ബ്ലാക്ക് പെയിൻ്റ് അല്ലേ അടിക്കുന്നത് ചെറുതായിട്ട്. അത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കണം. ബമ്പറിൻ്റെ ജോയിൻ്റ് ഇളകുമ്പോഴേ പഴയ വണ്ടി ക്ലിപ്പല്ല, സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ക്ലിയർ. അത് നമ്മൾ ആ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവും, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കില്ല. നിലവിലെ കണ്ടീഷനിലായിരിക്കും നമ്മൾ വണ്ടി സെയിൽ ചെയ്യുന്നത്. എത്ര ചോദ്യം? ഇത് 55 ആണ്. 2006 AC 800 തേർഡ് ഓണർ 55. അടുത്ത് നമ്മൾ 2020 ഡിസയർ VXi ആണ്. ഒരു സെഡാൻ ടൈപ്പ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു വണ്ടിയാണ്. കളർ വരുന്ന വൈറ്റ് ആണ്. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്ററാണ്. 3500 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ 3500 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ജെനുവിൻ കമ്പനി സർവീസാണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും വണ്ടിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് വണ്ടി നോക്കറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് ആ സീറ്റ് ഓവർ മാറ്റൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. വെറും 3000 കിലോമീറ്ററോടെ 2020 ഡിസയർ കമ്പനി 3300 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് തന്നെയാണ്. കിലോമീറ്റർ ഓടിയാലും വണ്ടി കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കുക. ബോഡിക്കകത്ത് പ്രത്യേകിച്ച് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഫുൾ സർവീസുള്ള വണ്ടിയാണ്. ഇത് നോർമലി നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും കവറേജുള്ള വണ്ടിയാണ്. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ വണ്ടി വിലയുടെ ഒരു 80-85% വരെ സുഖമായിട്ട് നമുക്ക് ഫിനാൻസ് കൊടുക്കാം. അതായത് ആദ്യം ഒരു 1 lakh റേഞ്ച് അടയ്ക്കാൻ പറ്റുന്ന ഒരാൾക്ക് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാവുന്ന വണ്ടിയാണ്. ചോദ്യം 2020 ഡിസയർ 3500 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ചോദ്യം 655. അത് നെഗോഷ്യബിൾ ആണ്. 655 നമ്മൾ പ്രൈസ് വരുന്നത്. അടുത്ത നമുക്കൊരു ന്യൂ ഷേപ്പ് സെലീരിയാണ്. 2023 മോഡലാണ്. ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ 34,000 കിലോമീറ്റർ ഓടിയ സെലീരിയോ VXi ആണ്. ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. പിന്നെ ഇന്റീരിയറായിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സീറ്റ് കവർ,
ഫിറ്റ് ആക്സറീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രീൻ ഓൾറെഡി ഈ വേരിയൻറ്റിന് വരുന്നില്ല, ഇത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. 9 ഇഞ്ച് ആൻഡ്രോയിഡ് സെറ്റ് കേട്ടോ. ഇതൊക്കെ കസ്റ്റമർ അഡീഷണൽ ആക്സറീസ് ഫിറ്റ്മെൻറ്റ് കാര്യമായിട്ട് ചെയ്തതാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് അല്ല, കമ്പനി സർവീസാണ്. അതൊക്കെ നമുക്ക് കസ്റ്റമർക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്യാം. സ്പോയിലറുണ്ട്, പിന്നെ അത്യാവശ്യം നല്ലൊരു കളറും കൂടാണ്. ഇത് നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മൾ ഫിനാൻസ് ആണെങ്കിൽ വണ്ടി വിലയുടെ 80-85% വരെ ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ചോദ്യം എത്രയാണ്? ചോദ്യം 5.25. 2023 സെലീരിയോ VXi സിംഗിൾ ഓണർ വണ്ടി. അടുത്ത നമുക്കൊരു സെഡാൻ ടൈപ്പാണ്, ഡിസയർ ആണ്. 2018 ഡിസയർ VXi. ഇതിൻ്റെ ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മുടെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ടയറാണ് കിടക്കുന്നത്. 4 അത്യാവശ്യം ഒരു 75% മേളിൽ ടയറുണ്ട്. പിന്നെ നമ്മൾ ബോഡി റീപെയിൻറ്റോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ബോഡിക്കകത്തില്ല. പിന്നെ നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ഒരു സീറ്റ് കവർ, അതുപോലെ ഫുൾ മാറ്റ്, ഇത് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ റെയിൻ ഗാർഡുണ്ട്, ഒരു കൂളിംഗ് ഫിലിം. ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. 2 എയർ ബാഗ്സ് ആണല്ലേ? അതെ അതെ, ഡിസയർ VXi മോഡൽ 2 എയർ ബാഗ്സ് വരും. ബോഡിയൊക്കെ കണ്ട് നോക്കിയാൽ മതി, ബോഡിക്കകത്ത് അങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു 2018 60,000 കിലോമീറ്റർ ഓടിയ ഡിസയർ വണ്ടിയാണ്. ഇത് നമുക്ക് വാറണ്ടി കവറേജുള്ള വണ്ടിയാണ്. 6 മാസം വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമുക്കൊരു 80-85% വരെ ഫിനാൻസ് കൊടുക്കാം. അതായത് ആദ്യം നമുക്കൊരു 1 lakh അടയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് 5 വർഷം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു 2018 സെഡാൻ ടൈപ്പ് ഡിസയർ. ചോദ്യം കേട്ടില്ല, ചോദ്യം എത്രയാണ്? ചോദ്യം 5.15. 2018 ഡിസയർ സിംഗിൾ ഓണർ വണ്ടി. അടുത്ത നമുക്കൊരു ഓട്ടോമാറ്റിക് ആണ്. 2021 കിഡ് ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ വേരിയൻറ്റ് വരുന്ന RXT എന്ന് പറയും. കിലോമീറ്ററും ലോ കിലോമീറ്റർ ആണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസുള്ള വണ്ടിയാണ്. 2 കമ്പനി ടയർ തന്നെ കിടക്കുന്ന 4. ബോഡിക്കകത്ത് നമുക്ക് അങ്ങനെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, കമ്പനി പെയിൻറ്റ് തന്നെയാണ്. ഇൻറ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി കിടക്കുന്നത്. ഓൾറെഡി ഇതിനകത്ത് സ്ക്രീന് അതുപോലെ തന്നെ ബട്ടൺ ടൈപ്പാണ് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നത്. സെൻട്രലൊക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് ഇൻബിൽട്ടായിട്ടാണ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഓൾറെഡി RXT എന്ന് പറഞ്ഞ മോഡലിനകത്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് മാരുതിയുടെ വണ്ടി അല്ലെങ്കിലും 6 മാസം എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കവറേജ് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2021 കിഡ് RXT ഓട്ടോമാറ്റിക് ആണ്. ഈ RXT എന്ന് പറയുമ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണ് വരുന്നത്. അതെ അതെ, അതിനകത്താണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ടാണ് വണ്ടിക്കകത്ത് വരുന്നുണ്ട്. മൈലേജ് എന്താണ്? മൈലേജ് ഒക്കെ നമ്മൾ കമ്പനി പറയേണ്ടത് എന്തായാലും ഒരു 18 ആവറേജ് എന്തായാലും കിട്ടും. നമുക്ക് ട്രാഫിക്കിലല്ല, നമ്മൾ നല്ല ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ട്രാഫിക് അത്രയും കിട്ടണമെന്നില്ല. പിന്നെ നമ്മൾ ചെറിയ ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരും. നോക്കിയാൽ മതി. നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല അത്യാവശ്യം ഒരു 3 പേർക്കൊക്കെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഒരു വലിയ വണ്ടിയാണ്. ചോദ്യം എത്രയാണ്? ഇതിൻ്റെ ചോദ്യം നമ്മൾ 4.30 2021 കിഡ് RXT 22,000 കിലോമീറ്റർ 4.30. ഫിനാൻസും അവൈലബിൾ ആണ് 85% കേട്ടോ. അടുത്തൊരു ഓൾട്ടോ 800 ആണ്. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്ന 34,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. LXi എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ടയർ ഫസ്റ്റ് ടയർ തന്നെയാണ്. ഫസ്റ്റ് ടയർ തന്നെ ഏകദേശം 37,000 കിലോമീറ്റർ വരെയും ടയർ നമുക്ക് മാറേണ്ട സമയം ആയിട്ടുണ്ട്. ബാക്ക് ടയർ അതെ, എല്ലാം ഏകദേശം ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ടയർ മാക്സിമം 10,000 കിലോമീറ്ററിനകത്തേ ഓടുള്ളൂ. ടയറുകൾ മാറിക്കൊടുക്കും. അത് നമ്മൾ ആ പ്രൈസിന് ഇതായിരിക്കും. ടയർ മാറുന്ന കസ്റ്റമർക്കാണെങ്കിൽ നമ്മൾ ടയർ മാറും, അല്ലെങ്കിൽ അതിനകത്തൊരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. 2022 ഓൾട്ടോ 800 LXi സിംഗിൾ ഓണർ കമ്പനി സർവീസ് വണ്ടി. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്കൊരു 50,000 രൂപ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അത്യാവശ്യം 10-22 മൈലേജും കിട്ടുന്നൊരു വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് പ്രൈസ് 3.55. കുറയോ? 2022 ഓൾട്ടോ 3.55. 2022 ഓൾട്ടോ LXi സിംഗിൾ ഓണർ 37,000 കിലോമീറ്റർ. ആ സ്റ്റെപ്പിന് ടയറാണ്. ആ ടയർ കുഴപ്പമില്ല. അത്യാവശ്യം 2 ടയർ നമുക്ക് എന്തായാലും ചെയ്ത് എടുക്കേണ്ടി വരും. റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി സർവീസാണ്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അടുത്തൊരു ന്യൂ ഷേപ്പ് കേട്ടനാണ്. ഇതിൻ്റെ മോഡൽ വരുന്നത് 2022 VXi ആണ്. സിംഗിൾ ഫസ്റ്റ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ 14,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് വണ്ടിയാണ്. ടയറെല്ലാം ഫസ്റ്റ് ടയർ തന്നെ. ഏകദേശം നോക്കുമ്പോൾ അറിയാം നമുക്കൊരു 80% ടയറുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു സീറ്റ് കവർ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഇത് നമുക്ക് 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടിക്കകത്ത് സെൻട്രൽ ലോക്ക്, പിന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, മാറ്റ്, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും വണ്ടിക്കകത്ത് ഉണ്ട്. നമുക്കൊരു ലോൺ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു 10-75 രൂപ റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കേട്ടനൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഓൾട്ടോ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്പേസും കുറച്ചും കൂടെ ഒരു വലിയ വണ്ടിയുടെ ഫീൽ ചെയ്യുമെന്നെങ്കിൽ. അതുകൊണ്ട് സ്പോയിലറൊക്കെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2022 കേട്ടൻ VXi ഫസ്റ്റ് ഓണർ 14,000 കിലോമീറ്റർ ഓടി വണ്ടി. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, കമ്പനി സർവീസാണ്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 4.25.
ഇയർ എൻഡിങ് സെയിലാണേ. ഓക്കെ, നമ്മൾ വില പറഞ്ഞെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിലക്കകത്ത് ഉറപ്പായിട്ടും കസ്റ്റമർക്ക് വേണ്ട നെഗോഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. ഇത് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ആണ്, 2017 സീറ്റയാണ്, ഇഗ്നി സീറ്റയാണ്, 9500 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 2017 സീറ്റ 9500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഫസ്റ്റ് ടയറും തന്നെ, പക്ഷേ ഫസ്റ്റ് കമ്പനി ടയർ തന്നെ കിടക്കുന്നത്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഫിറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം കിലോമീറ്റർ ജെന്യൂൻ ആണ്. ആണ് സർവീസ് ആണ്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടയർ കണ്ടിട്ട് അത് നമ്മൾ ഈ ഓട്ടം കുറവായതുകൊണ്ടാണ്. ടയർ തേഞ്ഞല്ല, നമ്മൾ ഓട്ടോ തീർന്ന വണ്ടിക്കകത്ത് ചില ടയറിന് ചെറിയ ഇത് വരുമല്ലോ, ആ ഒരു പോരമേന. 2017 ഇഗ്നി സീറ്റ, ഫുൾ സർവീസ് ഉണ്ട് കേട്ടോ. റീപ്ലേസ് ആണെന്നില്ല? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇത് നമുക്ക് നോർമലി ഫിനാൻസ് വണ്ടി വിലയുടെ ഒരു മാക്സിമം ഒരു 85% ഒരു ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 ഇഗ്നി സീറ്റ. ചോദ്യം എത്ര? 460. 460 കുറയും എന്തെങ്കിലും? തീർച്ചയായിട്ടും വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. സ്റ്റാർട്ട് ബട്ടണൊക്കെയാണ്? അതെ അതെ, സീറ്റൊക്കെ വരുന്നതാണ് ഇതൊക്കെ. അടുത്ത 2017 സെലീരിയാണ്, നമുക്ക് 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് VXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്, അതായത് മിഡിൽ വേരിയൻ്റ് ആണ് വരുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ടയർ ഭാഗം എല്ലാം ഫസ്റ്റ് ടയറാണ്. നമ്മൾ ഇന്ത്യൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് ഒരു മാറ്റ് അതുപോലെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. ഇതിനകത്ത് മെയിനായിട്ട് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. സെൻട്രൽ ലോക്ക് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്കാണ് ഒരു സ്റ്റീരിയം കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. സ്പോയിലറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് ഒരു 80-85% വരെ ഫിനാൻസ് കിട്ടാവുന്ന വണ്ടിയാണ്. ബാക്കിൽ ക്യാമറ എല്ലാം ചെയ്യുന്നുണ്ട്. 2017 സെലീരിയോ VXI 30,000 കിലോമീറ്റർ ഓടി വണ്ടി. ജെനുവൻ കിലോമീറ്റർ ഒക്കെയാണ്? ജെനുവൻ കിലോമീറ്റർ ആണ്, കമ്പനി സർവീസ്. എത്ര ചോദ്യം? 390. 390. 2017 സെലീരിയോ VXI. 2022 ബ്രിസ VXI എന്ന് പറഞ്ഞ മോഡലാണ്, സിംഗിൾ ഓണർ. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററാണ്. 7500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവൻ കിലോമീറ്റർ ആണ്? ജെനുവൻ കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് ആണ്. ടയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കുക. 2022 വെറും 7500 കിലോമീറ്റർ ഓടിയ ബ്രിസ VXI ആണ്, ഫസ്റ്റ് ഓണറാണ്. സീറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഇന്ത്യയിലൊക്കെ നോക്കിയാൽ മതി, വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. ഇത് നമുക്ക് 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ള വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല, റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫിനാൻസ് നേരത്തെ പറഞ്ഞ കണക്ക് 85-90% വരെ ഫിനാൻസ് കിട്ടും. അതായത് ഒരു യൂസ്ഡ് ബ്രിസ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ ബെറ്റർ ചോയ്സ് ആയിട്ടുള്ള വണ്ടിയാണ്. എങ്ങനെയാണ് ചോദ്യം? എങ്ങനെയാണ് കേരള ചോദ്യം? 770. 870 കേട്ടോ, പറഞ്ഞു കുറഞ്ഞു പോയി. സത്യം പറ, 870 നിങ്ങളുടെ മോശം പറഞ്ഞേക്കുന്നത് ആണ്. 870 കേട്ടോ. ചിലപ്പോൾ 770 ആണെങ്കിൽ പളപടാന്നങ്ങ് പോവും. 870 ആണെങ്കിൽ ഇവിടെ കിടക്കും. എന്താ വേണം? 870 അണ്ണാ, ഉറപ്പിച്ച് 870. 2022 870 സിംഗിൾ ഓണർ, 7000 കിലോമീറ്റർ. അടുത്തൊരു ഈക്കോ മോഡലാണ്, 2020 ഈക്കോ സിംഗിൾ ഓണർ. ഇതിൻ്റെ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്, 24,000 കിലോമീറ്ററോടെ വണ്ടിയാണ്. ജെനുവൻ കിലോമീറ്റർ ആണ്, കമ്പനി ടയറാണ്. 2020 ഈക്കോ 5 സീറ്റ് AC ആണ്. 5 സീറ്റ് AC, 24,000 കിലോമീറ്റർ. ബാക്കൊക്കെ നോക്കിയാൽ മതി. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസാണ്. ഇത് നോർമലി നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസുള്ള വണ്ടിയാണ്. വണ്ടിക്ക് നമുക്ക് ഒരു 80% വരെ ഫിനാൻസും കിട്ടും. നമുക്കൊരു ഈക്കോ നോക്കുന്ന ഒരാൾക്ക് ബെറ്റർ ചോയ്സ് ആയിട്ടുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 435 സെല്ലിംഗ് പ്രൈസ് വരുന്നത്. കുറയൂടെ? തീർച്ചയായിട്ടും കുറയും. വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് പ്രൈസ് ഏത് വണ്ടിയാണെങ്കിലും, ഇതെന്നല്ല നമ്മൾ പറഞ്ഞ ഏത് വണ്ടിയാണെങ്കിലും അതിനകത്ത് പ്രൈസിനകത്ത് നമ്മൾ വേരിയേഷൻ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും പോസിറ്റീവ് കാര്യം. ഇത് ഓൾട്ടോ 800 LXI 2021 മോഡലാണ്, സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2021 ഓൾട്ടോ 800 സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സീറ്റ് കവറൊന്നും പൊട്ടിച്ചിട്ട് 24,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നോർമലി നമുക്ക് ഇതിനകത്ത് സീറ്റ് കവറൊക്കെ കമ്പനി സീറ്റ് കവറാണ് ചെയ്യുന്നത്. ഒരു മാറ്റും റെയിൻ ഗാർഡും കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എയർ ബാഗും അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറൊക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് വരുന്നതാണ്. ഇതിൽ ഒരു എയർ ബാഗ് ഉള്ളൂ? സിംഗിൾ എയർ ബാഗാണ് LXIക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു 50 രൂപ ആദ്യം അടയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് സുഖമായിട്ട് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഓടിയ വണ്ടിയാണ്. 2020 ഓൾട്ടോ 800 LXI സിംഗിൾ ഓണർ, 24,000 കിലോമീറ്റർ. ചോദ്യം എത്രയാണ്? ചോദ്യം ഇതിൻ്റെ വണ്ടി പ്രൈസ് ആയിട്ടില്ല. പ്രൈസ് എന്തായാലും ഞാൻ പറയും. എന്തായാലും ഒരു 3.5 വരും എന്തായാലും വരും. ഫിനാൻസ് നമുക്ക് മാക്സിമം ഫണ്ടിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്കകത്ത്. 2019 മോഡൽ ടിയാഗോ XZ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ സെക്കൻഡ് ഓണർ, 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2019. അതെ. ടയറൊക്കെ സെക്കൻഡ് ഇട്ടാണോ? അല്ലല്ല, ടയറൊക്കെ ഫസ്റ്റ് ടയർ തന്നെ വരുന്നത്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇല്ല, നമുക്ക് കുറച്ച് നല്ല സ്പേസും കാര്യങ്ങളും നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയാണ് ടാറ്റയുടെ.
ടിയാഗോ എന്ന് പറഞ്ഞ മോഡൽ. ഇന്ത്യയിലൊക്കെ നോക്കിയാൽ അത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗിനകത്ത് ഓഡിയോ കൺട്രോൾ, അങ്ങനെ ഒരുപാട് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ടാറ്റയുടെ വണ്ടിയാണെങ്കിൽ 6 മാസം നമുക്ക് എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ്. 2019 മോഡൽ ടിയാഗോ XZ. ഇത് ടോപ്പ് വേരിയൻ്റ് ആണോ? അതെ XZ. അതെ. എന്താ പെട്രോളോ ഡീസലാ? പെട്രോളാണ് കേട്ടോ, അത് പറയാൻ പറഞ്ഞത്. പെട്രോളാണ്. 2019 ടിയാഗോ പെട്രോളാണ്. മൈലേജ് എങ്ങനെയാ? മൈലേജ് ഒക്കെ അറിയാലോ, 17-18 ആ റേഞ്ച് വരും ലോങ്. നമ്മൾ ട്രാഫിക്കിൽ അത്രയും കിട്ടുമെന്ന് പറയുന്നില്ല. അല്ലാതെ ഓടുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 415 ആണ്. 415. അതെ, 2019 ടിയാഗോ XZ. ലാസ്റ്റ് പ്രൈസ് ആണോ? അല്ല, അത് നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം, കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചധികം വണ്ടികളുണ്ട്. പിന്നെ ചില വണ്ടികളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായതുകൊണ്ട് ഞാൻ കാണിക്കാതിരുന്നതാണ്. ബാക്കിയുള്ള വണ്ടികളെല്ലാം അത്യാവശ്യം വണ്ടികൾ പോയി, പിന്നെ കുറച്ച് വണ്ടികൾ പോകാത്തത് കൊണ്ട് എല്ലാ വണ്ടികളും വിറ്റഴിഞ്ഞ് എന്തായാലും ഒരു മാസം കൊണ്ട് പോകണമില്ലല്ലോ. അപ്പോൾ കുറച്ച് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ആ വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വിളിച്ച് ചോദിക്കാം. അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ചുമ്മാ എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പുതുതായിട്ട് വന്ന വണ്ടികളാണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.